Welcome to the third part of the first chapter, Adventures in a Banyan Tree, written by Ruskin Bond. കൂട്ടുകാരെ, കഴിഞ്ഞ 1-2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആദ്യത്തെ പാഠത്തിൽ പറയുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ആദ്യ ഭാഗത്ത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ തീർച്ചയായും അത് നോട്ടിലേക്ക് പകർത്തി എഴുതണം. ശേഷം നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ കഥയുടെ അവസാന ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. The last part is about the fight between the mongoose and cobra. What is the result of their fight? And there is one more episode in the life of Ruskin Bond. From the life of Ruskin Bond, we can see that ഇവിടെ നമ്മൾ കാണുന്നത് മറ്റൊരു കഥ കൂടിയുണ്ട്. റസ്കിൻ ബോണ്ട് അയാളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയിട്ടുള്ള ചെറിയൊരു ഏട്. അതിൽ തന്നെ ഈ ബനിയൻ ട്രീയിൽ വെച്ച് സംഭവിച്ച വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അതും എന്താണെന്ന് നമുക്ക് പാഠഭാഗത്തിലൂടെ ശ്രദ്ധിക്കാം. നിങ്ങളെവരെയും ഞാൻ ഈ പാഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുന്നത് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അതുപോലെ ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണെന്ന് നിങ്ങൾക്കറിയാം. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായി തുറന്നു വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി സഹായകരമായിരിക്കും. പുതിയ വേർഡുകൾ പറയുന്ന സമയത്ത് നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. എഴുതി അതിന്റെ മീനിങ്സ് എല്ലാം കൃത്യമായി പഠിച്ച് അത് നിങ്ങളുടെ പിന്നീടുള്ള എഴുത്തിൽ ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കണം. നമുക്ക് ആ ഭാഗത്തിലേക്ക് കിടക്കാം. നമുക്ക് അതിന്റെ അവസാന ഭാഗത്തിലേക്ക്, ഇന്ന് ഇതിന്റെ ലാസ്റ്റ് സെഷനാണ്, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. Look at the next paragraph of today's class. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോബ്രയും മംഗൂസും അവർ മുഖാമുഖം വരികയും രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. വളരെ കൗശലശാലിയായിട്ടുള്ള നമ്മുടെ മംഗൂസ് കോബ്രയുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും വളരെ വേഗത്തിൽ തിരിച്ചു വന്നുകൊണ്ട് കോബ്രയുടെ പിറകിൽ അത് ബൈറ്റ് ചെയ്യുകയും ചെയ്തു. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ഏത് നിമിഷത്തിലാണോ ആ കോബ്ര അതിനെ സ്ട്രക്ക് ചെയ്തത്, അതിനെ അറ്റാക്ക് ചെയ്തത്, the crow and the myna hurled themselves at him. രണ്ടുപേരും കാഴ്ചക്കാരായി നിൽക്കുന്ന നമ്മുടെ കാക്കയും മൈനയും എന്ത് ചെയ്തു? hurled themselves. hurled themselves means, hurled എന്ന വാക്കിൻ്റെ മീനിങ് to throw or fling up to vigorously, വളരെ ഊർജ്ജസ്വലോട് കൂടി ഒന്നിനു മേലെ എടുത്തു ചാടുന്നതിനാണെന്ന് പറയുക ഫ്ലിങ്, അല്ലെങ്കിൽ ഇവിടെ ഹേൾ എന്ന് പറയുന്നത്. the crow and the myna hurled themselves at him, only to collide heavily in mid-air. പക്ഷേ രണ്ടുപേരും എന്ത് ചെയ്തു? വായുവിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്തു, കൂട്ടിയിടിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൈ അടിക്കുന്നത് പോലെ അവരെന്ത് ചെയ്തു? ഒന്ന് മുട്ടി ഉരുമിയിട്ട്. സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, വലിയ ഷ്രിൽഡ് ക്രൈ, ഹൈ പിച്ച്ഡ് പിയേഴ്സിംഗ് ക്രൈ, വളരെ തുളച്ചു കയറുന്ന ശബ്ദമുണ്ടാക്കിയിട്ട് ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. രണ്ടുപേരും തിരിച്ച് എങ്ങോട്ട് തന്നെ പോയി? അവരെവിടെയാണോ റെസ്റ്റ് ചെയ്തിരുന്നത് ആ കാക്ടസ് പ്ലാന്റിലേക്ക് അവർ തിരിച്ചു പോയി. In the next paragraph, a few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. A few drops of blood glistened on the cobra's back. ഒരൽപ്പം തുള്ളി ചോര, that glistened on the cobra's back, കീരിയുടെ കടി കൊണ്ടിട്ടാവണം ആ കോബ്രയുടെ പുറകിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരൽപ്പം ചോര പിടിഞ്ഞു. that glistened, അതവിടെ എന്ത് ചെയ്തു? ഷൈൻ, ഷോൺ, തിളങ്ങി. glistened means shine, glistened, shone with a sparking light, അതായത് തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ആ ചോരപ്പാടുകൾ അവിടെ കണ്ടു.
ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ, വീണ്ടും കോബ്ര ആക്രമിക്കാൻ ശ്രമിച്ചു. ആൻഡ് മിസ്ഡ്, ഇത്തവണയും അതിൻ്റെ ലക്ഷ്യം അതിനെ തെറ്റി. കൗശലശാലിയായിട്ടുള്ള നമ്മുടെ മംഗൂസ്, അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്, ഉയർന്നിട്ട് ജംപ്ഡ് ഇൻ, അവൻ പൊങ്ങിച്ചാടിയിട്ട് ചെയ്തു, വീണ്ടും ബിറ്റ്, ആരെ കടിച്ചു? നമ്മുടെ കോബ്രയെ കടിച്ചു. നേരത്തെ എന്താണോ ചെയ്തത് അതേപോലെ അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ഈ പക്ഷികൾ രണ്ടുപേരും ആ പാമ്പിന് നേരെ ചാടി. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, രണ്ടുപേരും പാമ്പിനടുത്ത് എത്തിയില്ല, പകരം രണ്ടുപേരും വായിൽ കൂട്ടിയിടിച്ചു. ആൻഡ് റിട്ടേൺഡ് ഷ്രീക്കിംഗ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിയ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഹൈ പിച്ച് ക്രൈ, കരച്ചിൽ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ എന്താണ് അവരുടെ സേഫ്റ്റിയിലേക്ക്, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി. ടു ദ കാക്ടസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. ഈ പാരഗ്രാഫിൽ പറയുന്നത് ദ തേർഡ് റൗണ്ട്, അപ്പോൾ ആദ്യത്തെ 1-2 റൗണ്ടിൽ കഴിഞ്ഞു. ആ 2 റൗണ്ടിലും ആര് കോബ്രയ്ക്ക് നമ്മുടെ മംഗൂസിൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടി. ഇതേ അവസ്ഥ തന്നെയാണ് എന്ത് ചെയ്തത്? തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ്, വീണ്ടും അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തു ഇവിടെ ഇത് തുടർന്നു. ആസ് ദ ഫസ്റ്റ്, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, ഇവിടെ വളരെ ചെറിയ ഒരു എന്തുണ്ട്, നാടകീയമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? ദ ക്രൗ ആൻഡ് ദ മൈന, നമ്മുടെ കാഴ്ചക്കാരായിട്ടുള്ള കാക്കയും മൈനയും സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അവർ പങ്കെടുക്കണമെന്ന് കരുതിയിരുന്നു. സ്റ്റിൽ ഡിറ്റർമൈൻ, രണ്ടുപേരും തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. ഡിറ്റർമൈൻ മീൻസ് എന്താണ്? ഡിസൈഡഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ബാക്കി ഭാഗം അവർക്ക് തീർക്കാമെന്ന് കരുതി അവരെന്ത് ചെയ്തു? വീണ്ടും കോബ്രയുടെ നേരെ ചാടി. ബട്ട് ദിസ് ടൈം, പക്ഷേ ഇത്തവണ ദേ മിസ്ഡ് ഈച്ച് അതർ, രണ്ടുപേർക്കും വായിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കൂട്ടിമുട്ടാനോ അല്ലെങ്കിൽ ആ കോബ്രയുടെ നേരെ എത്താനോ പറ്റിയില്ല. ഉടനെ തന്നെ ദ മൈന ഫ്ലൂ ഓൺ, മൈന തിരിച്ചു പറന്നു. ആൻഡ് റീച്ച് ഇറ്റ്സ് പെർച്ച്, എവിടെയാണോ എന്ത് ചെയ്തിരുന്നത് അത് തങ്ങിയിരുന്നത്? ഇറ്റ്സ് പെർച്ച്. പെർച്ച് എന്ന വാക്കിന് പക്ഷികളാണെങ്കിൽ എന്താ പറയുക? അലൈറ്റ് ഓർ റെസ്റ്റ് ഓൺ സംതിങ്, ഉയർന്ന് പൊങ്ങിയിട്ട് വന്നിരിക്കുന്നതിനാണ് എന്താ പറയുക? പെർച്ച് എന്ന് പറയാം. ബട്ട് ദ ക്രൗ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ, പക്ഷേ നമ്മുടെ കാക്ക എന്തിനു വേണ്ടി ശ്രമിച്ചു? പുൾ അപ്പ് ഇൻ മിഡ് എയർ, വായുവിൽ ഒന്നുകൂടി ഉയർന്ന് പൊങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ആൻഡ് ടേൺ ബാക്ക്. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ഇങ്ങനെ ഒന്നുകൂടി ഉയർന്ന് പൊങ്ങാൻ ശ്രമിച്ച ആ സമയത്ത്, ഇൻ ദറ്റ് സെക്കൻഡ്, ആ നിമിഷ നേരം കൊണ്ട് ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്, ഉടനെ തന്നെ നമ്മുടെ കോബ്ര അതിൻ്റെ തല തിരിച്ചു. വിപ്ഡ്, വീശി, ഹിസ് ഹെഡ് ബാക്ക്. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, നല്ല ശക്തിയോടുകൂടി ഇത് അടിച്ചു. ഹിസ് നൗട്ട്, അതിൻ്റെ ദ എൻഡ് ഓഫ് ദ നോസ്, അല്ലെങ്കിൽ ആ തള്ളി നിൽക്കുന്ന പ്രൊജക്റ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി, തള്ളി നിൽക്കുന്ന ഭാഗം ആരെ വന്ന് തഡിങ് അഗെയിൻസ്റ്റ് സ്ട്രൈക്കിംഗ്, തഡിങ് മീൻസ് സ്ട്രൈക്കിംഗ്, ആരെ വന്ന് അടിച്ചു? ദ ക്രൗസ് ബോഡി, കാക്കയുടെ ശരീരത്തിൽ വന്ന് അടിച്ചു. I saw the bird flung nearly 20 feet across the garden. അടി കിട്ടിയതും I saw the bird flung nearly 20 feet across the garden. ഏതാണ്ടൊരു 20 അടിയോളം എന്ത് ചെയ്തിട്ടുണ്ടാവണം? അത് ഫ്ലങ് മീൻസ് ത്രോ, ഫോഴ്സ്ഫുള്ളി വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടാവണം ഏതാണ്ട് 20 അടിയോളം ദൂരത്തേക്ക്. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ, എന്താണ് ഫ്ലട്ടറിങ് മീൻസ്? വിപ്പിംഗ് ദ വിങ്സ്, ചിറകിട്ടടിക്കുക. കുറച്ച് നേരം അവിടെ ചിറകിട്ടടിച്ചിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ലേ സ്റ്റിൽ, അനങ്ങാതെ അവിടെ കിടന്നു. നല്ല അടിയാണ് അതിന് കിട്ടിയത്. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്, മൈന എവിടെയാണുള്ളത്? അത് കാക്ടസ് പ്ലാന്റിൽ തന്നെ ഇരിക്കുകയാണ്. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. വെരി വൈസ്ലി, വളരെ കൗശലത്തോടു കൂടി, ശ്രദ്ധാപൂർവം, എന്താണ്? റിഫ്രൈൻഡ് ഫ്രം മീൻസ് റെസ്ട്രെയിൻ ഫ്രം, സ്റ്റോപ്ഡ് ഫ്രം, മാറി നിൽക്കുന്നതിൽ നിന്നും, ഇൻ്റർഫിയറിംഗ് ഗെയിൻ, വീണ്ടും ഇടപെട്ടാൽ പ്രശ്നമാവുമെന്ന് കരുതി വളരെ തന്ത്രശാലിയായിട്ടുള്ള നമ്മുടെ മൈൻ എന്ത് ചെയ്തു? അത് മാറി നിന്നു. നോക്കുക, ഈ ഭാഗത്ത്
മൂന്ന് ചോദ്യങ്ങൾ കാണാം. ഒന്ന്, വാട്ട് വർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? Question number 11 on this page. What were the reactions of the spectators when the cobra struck? എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? What were the reactions of when the cobra struck? എന്താ ചെയ്തത്? The answer is in the first paragraph. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Striking at each other, they returned to the cactus plant. Next question, question number 12. How did the crow push itself into trouble? എങ്ങനെയാണ് അത് സ്വയം അപകടത്തിൽ ചെന്ന് ചാടിയത്? How did the crow, എങ്ങനെയാണ് കാക്ക സ്വയം അപകടത്തിൽ ചെന്ന് ചാടിയത്? The answer is that the crow tried to pull up in the mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. The answer is that both the birds, the crow and the myna, dived at the cobra. The time they missed at each other, the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. Question number 13, third question in this page. Why is the myna said to be wise? Why is the myna said to be wise? എന്തുകൊണ്ടാണ് അതിനെ വൈസ് എന്ന് വിളിക്കുന്നത്, ബുദ്ധിമാൻ എന്ന് വിളിക്കാൻ കാരണം? Because the myna remained on the cactus plant very wisely, refrained from interfering again. The myna remained on the cactus plant very wisely, refrained from interfering again. Means it was not ready to jump into the danger of getting and struck from the cobra. ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക്, ഈ ഫൈറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. The next paragraph says about what happens to the mongoose and cobra. What is the result of their fight? ശ്രദ്ധിക്കുക. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. ഇത്രയുമാണ് ഈ പാരഗ്രാഫ്. എ ലെങ്തി പാരഗ്രാഫ്. എല്ലാവരും പാരഗ്രാഫ് എപ്പോഴും മുഴുവനായിട്ട് വായിക്കണം. ദെൻ കം ബാക്ക് ആൻഡ് റീഡ് സിംഗിൾ ലൈൻസ്. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര വാസ് വീക്കനിങ്. അതിൻ്റെ ശക്തി ക്ഷയിച്ചു വരികയാണ്, വീക്കാവുകയാണ്. സ്ട്രോങ് ഓപ്പോസിറ്റ് വീക്ക്. ആൻഡ് ദ മംഗൂസ്, നമ്മുടെ കീരിയോ, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. ഒരല്പം ഭയമില്ലാതെ, ഒട്ടും ഭയമില്ലാതെ, ഫിയർലെസ്ലി, ഫിയർഫുൾ ഓപ്പോസിറ്റ് ഫിയർലെസ്, അതിനടുത്തേക്ക് നടന്നു വന്നു. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അതിൻ്റെ ചെറിയ കാലുകൾ അത് ഉയർന്നു നിന്നു. റൈസ്ഡ്, ഉയർന്നു നിന്നു. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, ഒരു മിന്നൽ കണക്ക് ഒരൊറ്റ അടിയാണ് ഇവിടെ. ആറ്റ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, അതിൻ്റെ ആ പാമ്പിനെ ഒറ്റ അടി അടിച്ചു, അതിൻ്റെ ആ സ്നൗട്ട് കൊണ്ട്, പ്രൊജക്റ്റ് ചെയ്ത ഭാഗം കൊണ്ട്. ആ അടി കിട്ടിയതും ദ കോബ്ര റിത്ഡ്, എന്താണത്? പൊളഞ്ഞു. വിത്ത് പെയിൻ, വേദന കൊണ്ടത് പൊളഞ്ഞു. ആൻഡ് ലാഷ്ഡ്, ലാഷ്ഡ് മീൻസ് ഇൻ കേസ് ഓഫ് ആനിമൽസ് മൂവ് ക്വിക്ക്ലി ആൻഡ് പെയിൻഫുള്ളി, എന്താണ്? പെട്ടെന്ന് വേദന കൊണ്ടത് ചെയ്തു, പൊളഞ്ഞു. മൂവ് ക്വിക്ക്ലി ആൻഡ് വയലൻ്റ്ലി എബൌട്ട് എ ഫ്രൈറ്റനിങ് മാനർ, പേടിച്ച് അരണ്ട രീതിയിൽ എന്ത് ചെയ്തു? ആ കോബ്ര പൊളഞ്ഞു, വേദന കൊണ്ട് പൊളഞ്ഞ് അവിടെ നിന്ന് ഇത് മൂവ് ചെയ്തു. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ്, ആര് ചുറ്റി വരിഞ്ഞു? ആ മംഗൂസിനെ ചുറ്റി വരിഞ്ഞു. ബട്ട് ഓൾ ടു നോ അവെയിൽ. നോ അവെയിൽ മീൻസ് നോ യൂസ്, അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകില്ല. ഇറ്റ്സ് റിസൾട്ട് വാസ്
0. The little fellow hung grimly on. Grimly here means strongly. Grimly, strongly. എന്താണ് little fellow? Who is the little fellow here? ആരാണോ little fellow? Mongoose. That hung grimly on. അതെന്ത് ചെയ്തു അവിടെ? നല്ല ശക്തമായിട്ട് കഠിനമായിട്ട് തന്നെ കടിച്ചു പിടിച്ചു നിന്നു. Until ഏതുവരേക്കും? The snake had ceased to struggle. Struggle means fight. Ceased means stopped. എപ്പോഴാണോ അത് അതിൻ്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നത് അതുവരേക്കും നമ്മുടെ കീരി അതിനെ കടിച്ചു പിടിച്ചിരുന്നു നിന്നു. He then smelt. മണത്തു നോക്കി. സ്മെൽറ്റ്, സ്മെല്ല്, മണക്കുക. സ്മെൽറ്റ്, മണത്തു നോക്കി. വെർബാണ്. Along its quivering length. ഷിവറിങ്. ക്യൂറിങ് മീൻസ് ഷിവറിങ്. പൊളയുന്ന അതിൻ്റെ ദേഹം, ആ ലെങ്ത്, നീളം, ഒട്ടുമുഖമായിട്ടുള്ള അതിൻ്റെ ശരീരം ചെയ്തൊന്ന് മണത്തു നോക്കി. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ്, ക്യാച്ചിങ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്, അതിൻ്റെ ഫണത്തിന് താഴെ, പത്തിര താഴെയായിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്, അതിനെ ഡ്രാഗ്ഡ്, പുൾഡ്, വലിച്ചിഴച്ച് എങ്ങോട്ട്? ടു ദ ബുഷസ്, അതിനെ ആ ബുഷസിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. ഇത് കണ്ടപ്പോൾ വളരെ ശ്രദ്ധാപൂർവം, കോഷ്യസ്ലി, വെരി കെയർഫുള്ളി, ദ മൈന ഡ്രോപ്ഡ്, ഡിസെൻഡഡ്, താഴേക്കിറങ്ങി. ഹോപ്ഡ് അബൌട്ട്, ഒന്ന് ചാടിയിട്ട്. ഹോപ്പ് മീൻസ് ജമ്പ്. HOP ഹോപ്പ്, ജമ്പ്. HOP ഹോപ്പ്, ജമ്പ്. HOP ഹോപ്പാണ് എന്ത്? എക്സ്പെക്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത്. ഹോപ്ഡ് അബൌട്ട്, പിയേർഡ് ഇൻ ടു, ലുക്ക്ഡ് ഇൻ ടു. പിയേർഡ് മീൻസ് ലുക്ക്ഡ് വെരി തറോലി ആൻഡ് കെയർഫുള്ളി ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. വളരെ സുരക്ഷിതമായ അകലത്ത് നിന്ന് എന്ത് ചെയ്തു? ആ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് അത് ഒളിഞ്ഞു നോക്കി. ആൻഡ് ദെൻ, ശേഷം, വിത്ത് എ ഷ്രിൽ ഓഫ് ക്രൈ, an unpleasant sound, high pitched noise, with a shrill of cry, വലിയ ശബ്ദമുണ്ടാക്കിയിട്ട്, എന്തിനാണ്? എ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻസ്, ആരഭിനന്ദിച്ചുകൊണ്ട്, മംഗൂസിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഫ്ലൂ അവേ, അത് പറന്നു പോയി. സോ വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ദ ഫൈറ്റ്? എന്താണ് ആ ഫൈറ്റിൻ്റെ റിസൾട്ട്? ഹൂ വൺ ദ ഫൈറ്റ്? ആരാണോട് വിജയിച്ചത്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ മംഗൂസ്. ആരാ വിജയിച്ചത്? മംഗൂസ്. ഹൂ ഡൈഡ് ഇൻ ദ ബാറ്റിൽ? ഈ കൊല്ലത്തിൽ ഇവിടെ ആരാണ് കൊല്ലപ്പെട്ടത്? Yes, it's our cobra. It's died and the mongoose taken the body of the cobra into the bushes. അതിനെങ്ങോട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോയി? ബുഷസിലേക്ക്. Who fly away from the scene? ആരാണ് അവിടെ പറന്നുപോയത്? It was the myna that flew away. It was the myna that flew away. അവിടെ നിന്ന് മൈന പറന്നുപോയി. There is a question. Who won the battle? അവിടെ ചോദ്യമുണ്ട്, ആരാണ് ആ ബാറ്റിൽ വിജയിച്ചത്? വാട്ട് മേഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? എന്താണ് മൈന ആ കാട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ കാരണമായത്? സോ ദ ആൻസർ ഈസ് വെരി ക്ലിയർ. ദ ബാറ്റിൽ ഈസ് വൺ ബൈ ദ മംഗൂസ്. ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ ബോഡി ഓഫ് ദ കോബ്ര ഇൻ ടു ദ ബുഷസ്. ദ മൈന ഡ്രോപ്ഡ് കാഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, ഹോപ്ഡ് അബൌട്ട്, പിയർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. അടുത്ത പാരഗ്രാഫ്. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with the scraps from the kitchen. He had never tried taming it, because wild mongoose was more useful than a domesticated one. When I had also made a cautious descent, ഈ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഈ സമയത്തെല്ലാം ഈ മൈനയും കാക്കയും ഇവരൊക്കെ അവിടെ എന്താണ് ഈ ഇത് കണ്ടു നിൽക്കുന്ന സമയത്ത് ഞാൻ എവിടെയായിരുന്നു? ഐ വാസ് ഓൺ ദ ട്രീ. ഞാൻ ആ മരത്തിൻ്റെ മുകളിലാണ്. സോ വെൻ ദ ബാറ്റിൽ ഈസ് ഓവർ, ദ ഫൈറ്റ് ഈസ് ഓവർ, ദ സ്ട്രഗിൾ ഈസ് ഓവർ, അവർ തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞപ്പോൾ I had also made a cautious descent. Ascend opposite descent. Ascend ASCENT. Ascend means കയറുക. Descent means dismount, താഴെ ഇറങ്ങുക. A cautious descent, വളരെ careful. Cautious means careful. From the tree and returned to the house. ഞാൻ അങ്ങോട്ട് വിട്ടു, സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. And എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? I told grandfather of the fight I had seen. ഞാൻ കണ്ട ആ ഫൈറ്റിനെ കുറിച്ച് ഞാൻ മുത്തശ്ശനോട് സൂചിപ്പിച്ചു. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. He was pleased that the mongoose had won. മുത്തശ്ശന് വളരെയധികം സന്തോഷമായി. ആര് ജയിച്ചെന്ന് കേട്ടപ്പോൾ? The mongoose had won. അതിന് കാരണമുണ്ട്. He had encouraged it to live in the garden. അതിനെ
ആ ഗാർഡനിൽ താമസിക്കാൻ എൻകറേജ് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത് ആരാണ്? മുത്തശ്ശനാണ്. ടു കീപ്പ് അവേ ദ സ്നേക്സ്. എന്താണ് കാരണം പറഞ്ഞത്? ആരെ അകറ്റി നിർത്താൻ? ടു കീപ്പ് അവേ, ടു കീപ്പ് അസൈഡ്. ആരെ മാറ്റി നിർത്താൻ? സ്നേക്സ്, പാമ്പുകൾ വരാതിരിക്കാൻ കീരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനവിടെ വളരാൻ അനുവദിച്ചത് മുത്തശ്ശനാണ്. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. കൂടാതെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. കിച്ചണിൽ നിന്ന് എന്ത് ചെയ്യും? ഭക്ഷണത്തിൻ്റെ സ്ക്രാപ്സ്, പീസസ് ഓഫ് ഫുഡ് ഫ്രം ദ കിച്ചൺ. അവിടുന്ന് ചെറിയ ചെറിയ ഭക്ഷണശകലങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്. ഒരിക്കൽ പോലും അതിനെ മെരുക്കിയെടുക്കാൻ, ടേം ചെയ്യുക, മെരുക്കിയെടുക്കാൻ, അണ്ടർ കൺട്രോൾ, തൻ്റെ പരിധിയിലാക്കാൻ മുത്തശ്ശൻ ശ്രമിച്ചിട്ടില്ല. കാരണം ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മെരുങ്ങാത്ത വൈൽഡ് മംഗൂസ് ആണെന്ത്? ദേ ആർ മോർ യൂസ്ഫുൾ ദാൻ, കൂടുതൽ ഉപകാരം ചെയ്യുന്നത് ആരെക്കാൾ? എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, വീട്ടിൽ വളർത്തുന്ന, വളരെ നമ്മൾ താലോലിച്ച് കൊണ്ടു നടക്കുന്ന ഒന്നിനേക്കാൾ നല്ലത് എപ്പോഴും വന്യമായ സ്വഭാവമുള്ള മംഗൂസ് തന്നെയാണെന്ന് മുത്തശ്ശൻ കരുതി. There is a question, what prevented grandfather from taming the mongoose? 15th question, എന്താണ് what prevented grandfather from taming the mongoose? ആ മംഗൂസിനെ എന്തുകൊണ്ടാണ് മെരുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ is there in the last 2 paragraph. Grandfather had never tried taming it because wild mongoose was more useful than a domesticated one. സുഹൃത്തുക്കളെ, നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ജസ്റ്റ് 4 more paragraphs to complete. 4 പാരഗ്രാഫ് കൂടിയുള്ളൂ. അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു തീർക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ എക്സസൈസുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. From the banyan tree, I often saw the mongoose patrolling the 4 corners of the garden. And once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds. And I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. So a big paragraph, it's a big sentence. From the banyan tree, ഞാൻ ആൽമരത്തിൽ നിൽക്കുന്ന സമയത്തെല്ലാം ഐ ഓഫൺ സോ, മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് ആരെ? ദ മംഗൂസ് പെട്രോളിങ്. അവിടെ എന്ത് ചെയ്യാണ്? പെട്രോൾ ചെയ്യുക. ഇറ്റ് വാക്ക് ഇതിലൂടെ ദ 4 corners ഓഫ് ദ ഗാർഡൻ. അതിന് മുക്കിലും മൂലയിൽ 4 മൂലയ്ക്ക് നടക്കുന്നത് കാണാം ആ കിരിയെ. ആൻഡ് വൺസ്, ഒരിക്കൽ ഞാൻ എന്തുകൂടെ കണ്ടു? ഐ സോ ഹിം വിത്ത് എൻ എഗ് ഇൻ ഹിസ് മൗത്ത്. വായിൽ ഒരു കോഴിമുട്ടയായിട്ട്, എൻ എഗ്, ഒരു മുട്ടയുമായിട്ടാണത് വരുന്നത്. ആൻഡ് ന്യൂ, ഞാൻ മനസ്സിലാക്കിയത് he had been in the poultry house. എവിടെ നിന്നായിരിക്കും വരുന്നത്? തീർച്ചയായിട്ടും ഇത്രയും നേരം അവൻ എവിടെ ആയിരിക്കണം? പൗൾട്രി ഹൗസ്, ഈ പക്ഷികളെ വളർത്തുന്ന പൗൾട്രി ഫാമിലായിരിക്കണം. ബട്ട് he hadn't harmed the birds. പക്ഷേ ഒരിക്കൽ പോലും he hadn't harmed, make any problem, make any danger, harm ചെയ്യുക. he was harmless. അവൻ എന്താണ്? ഒരു ഉപദ്രവവും ആർക്കും ചെയ്തില്ല. and I knew, എനിക്കറിയാമായിരുന്നു, grandmother would forgive him. തീർച്ചയായും മുത്തച്ഛൻ, നമ്മുടെ മുത്തശ്ശി ആരോട് ക്ഷമിക്കും? grandmother would forgive him for stealing as long as. എന്താ? എത്രത്തോളം കാലം മോഷ്ടിച്ചാലും പ്രശ്നമില്ല. എന്താ കാരണം? as long as he kept, എത്രത്തോളം കാലമാണോ he kept the snakes away from the house, ആ വീട്ടിൽ നിന്ന് വരുന്ന പാമ്പുകളെ ഈ കീരി തടഞ്ഞു നിർത്തുന്നത്, അത്രത്തോളം കാലം അവൻ്റെ ഈ ചെയ്തികളെയെല്ലാം, അവൻ്റെ ഈ പ്രവൃത്തികളെയെല്ലാം മുത്തശ്ശി ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ കീരി ഇവിടെ ഉള്ളത് കൊണ്ടാണ് വീട്ടിനകത്തേക്കൊന്നും പാമ്പുകൾ പ്രവേശിക്കാത്തത്. The question on this page, 16th question, why would grandmother forgive the mongoose for stealing the eggs? Answer is on the last 2 paragraph. Grandmother would forgive him for stealing as long as he kept the snakes away from the house. നോക്കൂ, എന്താണ് അടുത്ത പാരഗ്രാഫിൽ ഇനി പറയുന്നത്? is another story. മറ്റൊരു ചെറിയ സംഭവമാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old tree. Banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat.
ഈ പാരഗ്രാഫിൽ പറയുന്നത് ആ ബനിയൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ ആരുടെ കൂടി ഇരിപ്പിടമായിരുന്നു വാട്ട് വി വെർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ. അവിടെ കണ്ടിരുന്ന ഗ്രേ സ്ക്വിറലിൻ്റെയും അതുപോലെ തന്നെ വൈറ്റ് റാറ്റ്. എൻ്റെ വീട്ടിലൊരു വെള്ള എലി ഉണ്ടായിരുന്നു, വൈറ്റ് റാറ്റ്. സാധാരണ നമ്മൾ കാണാത്ത ഒന്നാണെന്ന് വൈറ്റ് റാറ്റ്. ഒരു പെറ്റാണത്, നമ്മൾ വളർത്തുന്ന ഒരെണ്ണമാണെന്ത് വൈറ്റ് റാറ്റ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ആ വെളുത്ത എലി വെള്ള എലി ആരുടേതായിരുന്നു? ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. അത് മുത്തശ്ശൻ്റെയാണ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ, ഫ്രം ദ മാർക്കറ്റ്. ബസാർ മീൻസ് മാർക്കറ്റ്. ഫോർ 4 അണാസ്. 4 അണ കൊടുത്ത്. 4 അണ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1/4 പാർട്ട് ഓഫ് 1 റുപ്പി. ഒരു രൂപയുടെ 4/1 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 പൈസ. ഒരണ എന്ന് പറഞ്ഞാൽ 6.25 പൈസ. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ വെളുത്ത എലിയെ, ഈ വെള്ള എലിയെ, മുത്തശ്ശൻ്റെതാണെന്ന് പറഞ്ഞ ആ എലിയുണ്ടല്ലോ, ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ. ഞാൻ അതിനെയും കൊണ്ടുപോകും. എങ്ങോട്ട്? ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ആ പ്രായം ചെന്ന ആൽമരത്തിൻ്റെ വേരുകളിലൂടെയും അതിൻ്റെ കൊമ്പുകളിലൂടെയൊക്കെ ഇവനും സഞ്ചരിക്കും. ബനിയൻ ട്രീ, ആ ആൽമരത്തിലുണ്ടല്ലോ, വർ ഇറ്റ് സൂൺ സ്റ്റക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ്. അവിടെ അവനൊരു പുതിയ ചങ്ങാത്തം ഉണ്ടായി, ഒരു ഫ്രണ്ട്ഷിപ്പ്. ആരുമായിട്ടാണ്? വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. അവിടെ ഒരുപാട് ഗ്രേ സ്ക്വിറൽസ് ഉണ്ട്. അതിൽ ഒരു സ്ക്വിറലുമായിട്ട് ഇവന് ചങ്ങാത്തം കൂടി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കേഷൻസ്, സ്മോൾ ട്രിപ്സ്. എവിടെ? എമംഗ് ദ ബ്രാഞ്ചസ്. ദേ വുഡ് ഗോ ഓഫ്. അവർ പതിവാക്കിയിരുന്നു എന്ത്? ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കേഷൻസ്. ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൈവിട്ടുകൊണ്ട് ഈ കുഞ്ഞെലി ആരുടെ കൂടെ, ഈ വെള്ള എലി ആരുടെ കൂടെ പോവും? ആ സ്ക്വിറലിൻ്റെ കൂടെ ചെറിയ യാത്രകൾ പോകും. ഇതിലൂടെ എമംഗ് ദ ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പുകളിലൂടെ അവർ സഞ്ചരിക്കും. ഇനി എന്താണ് ഇവിടുത്തെ കഥയിലെ ട്വിസ്റ്റ് എന്ന് നോക്കാം. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്, ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് I would find straw and grass falling out. Then, one day, grandmother's knitting was missing. We hunted for it everywhere, but without success. Next day, I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. Then the squirrel start building nest. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ക്വിറൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ബിൽഡിംഗ് എ നെസ്റ്റ്, അത് കൂടൊരുക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ്. എവിടെയാണ് അവൾ അതിനുവേണ്ടി ശ്രമിച്ചത്? ആദ്യത്തിലൊക്കെ ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്, എൻ്റെ പോക്കറ്റിലൊക്കെ, എൻ്റെ കീശയിലൊക്കെ കയറി ഇതുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോഴ്സ്, ഞാൻ അകത്ത് പോയിട്ട്, ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രങ്ങൾ മാറുന്ന സമയത്ത്, ഐ വുഡ് ഫൈൻഡ്, എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ത്? സ്ട്രോ, ചെറിയ പുല്ലിൻ്റെ കഷ്ണങ്ങൾ, വൈക്കോൽ കഷ്ണങ്ങൾ, ഗ്രാസ് ഫാളിങ് ഔട്ട്, അവ താഴേക്ക് പതിക്കുന്ന എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. മുത്തശ്ശിയുടെ ആ തുന്നുന്ന സാധനം, അതെന്ത് ചെയ്യുന്നു? നിറ്റിംഗ്, തുന്നാൻ ഉപയോഗിക്കുന്ന, പ്രായമായ ആളുകളൊക്കെ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറ്റിങ്സ് ഉണ്ട്. ഒരു വളയവും ആ വളയത്തിൽ എന്താണ്? തുണിയൊക്കെ വെച്ച് അതിൽ കോട്ടൺ കൊണ്ടൊക്കെ തുന്നി പിടിപ്പിക്കും. സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്, അത് കാണാനില്ല. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ്, ഞങ്ങൾ അതിനു വേണ്ടി എല്ലാം തെരഞ്ഞു. 104 മീൻസ് ഹിയർ സെർച്ച്ഡ് ഫോർ ഇറ്റ് എവ്രിവെയർ, എവ്രി ഏരിയ, ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ എവിടെയും കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, ഐ സോ സംതിങ് ഗ്ലിൻഡിങ്. ഗ്ലിൻഡിങ് മീൻസ് ഷൈനിങ്. ഞാൻ കണ്ട് എന്തോ ഒന്ന്. എവിടെയാ? ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. ആ ആൽമരത്തിൻ്റെ പൊത്തിലായിട്ട്, ഹോൾ, അതിൻ്റെ ഒരു ചെറിയ മാളത്തിലായിട്ട് ഒരു എന്തൊക്കെയോ തിളങ്ങുന്നത് പോലെ തോന്നി. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഐ സോ ദാറ്റ്, ഞാൻ കണ്ടെത്തിയ കാര്യം എന്താണ്? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. ആ തിളങ്ങുന്നതെന്ന് പറയുന്നത് ഞാൻ പുറത്തേക്ക് കണ്ട ഭാഗം, ഇറ്റ് വാസ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. ഗ്രാൻഡ് മദർ, മുത്തശ്ശിയുടെ എന്താണ്? സ്റ്റീൽ നിറ്റിംഗ് നീഡിലാണ്. ആ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ സൂചിയുടെ അറ്റമാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് തിളങ്ങുന്നതായി കാണുന്നത്. ഓൺ ലുക്കിംഗ് ഫർദർ, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ,
I discovered that the hole was crammed with knitting. ആ മാളം തന്നെ എന്ത് ചെയ്യാണ്? ക്രാംഡ്, കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് നിറ്റിങ്. അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ നിറ്റിങ് കൊണ്ട്, ആ വളയം വെച്ചുകൊണ്ട്, അത് നൂലൊക്കെ വെച്ചുകൊണ്ട്. ആൻഡ് അമംഗ്സ് ദ വൂൾ, ആ കമ്പിളി അല്ലെങ്കിൽ വൂൾ, അതിൽ അതിനുള്ളിൽ എന്തുണ്ട്? 3 baby squirrels, 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട്. ഓൾ ഓഫ് ദം വൈറ്റ്. എന്താണ്? സർപ്രൈസിംഗ്ലി, അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാത്തിൻ്റെയും നിറം എന്താണ്? വെള്ള നിറമാണ്. ഓൾ ഓഫ് ദം വൈറ്റ്. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. അവസാന പാരഗ്രാഫിൽ പറയുന്നത്, ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. പ്രായമുള്ള ആൾ ആ വീട്ടിൽ എൻ്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ ഓർമ്മയിൽ, മുത്തശ്ശൻ്റെ അനുഭവത്തിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിന് മുന്നേ വൈറ്റ് സ്ക്വിറൽസിനെ മുത്തശ്ശൻ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. വി ഗേസ്ഡ് മീൻസ് ലുക്ഡ്, ഗ്ലേഡ്, ഗേസ്ഡ്, സ്റ്റേഡ്, ഓൾ ആർ സെയിം ഇൻ മീനിങ്, സിനോണിംസ്. ലുക്ഡ് അറ്റ് ദം ഇൻ വണ്ടർ, ഇൻ സർപ്രൈസ്, അത്ഭുതത്തോടു കൂടി ഞാൻ അതിനെ തന്നെ നോക്കി നിന്നു. വി വർ പസിൽഡ് ഫോർ സം ടൈം. വി വർ കൺഫ്യൂസ്ഡ്. പസിൽഡ് മീൻസ് കൺഫ്യൂസ്ഡ്. ബട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ, വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ദ ട്രീ, ഞാൻ എല്ലാവരോടും കൂടി എന്ത് പറഞ്ഞു? ആ വൈറ്റ് റാറ്റ്, എൻ്റെ കൂടെ ആ വെള്ള എലി ഇടയ്ക്കിടയ്ക്ക് മരത്തിൽ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ്, മുത്തച്ഛൻ പറഞ്ഞു, ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ആരായിരിക്കണം ഈ അണ്ണൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ? ഈ റാറ്റ്, എലി ആയിരിക്കണം. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ. രണ്ടുപേരും ഏതാണ്ട് ഒരേ വംശത്തിൽപ്പെടുന്നവരാണ്, ഒരേ ജനറ്റിക്കിൽപ്പെടുന്നവരാണ്, ഹി സെഡ്. സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ, തീർത്തും സാധ്യതയുണ്ട് ഇതിന്, ഫോർ ദം ടു ഹാവ് ഓഫ്സ്പ്രിങ്, അവർക്ക് മക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഫ്സ്പ്രിങ് മീൻസ് ചിൽഡ്രൻ. ഇൻ ദിസ് കേസ്, ഇവിടെ ഉണ്ടായ മക്കളാരാണ്? ഇവിടെ ഈ കേസിൽ വൈറ്റ് സ്ക്വിറൽസ്. എന്താണ്? അച്ഛൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്ന് മാത്രം. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇതാണ് ഈ പാഠത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഇവിടെ 2-3 more questions are there. Who was the new friend of the squirrel? Who was the new friend of the squirrel? How did they enjoy their friendship? So the new friend of the squirrel was a white rat. How did they enjoy their friendship? They enjoyed their friendship. How? They would go off together on little excursions among the branches of the banyan tree. Next question, question number 18. How did the boy come to know that the squirrel was building a nest? എങ്ങനെയാണ് ആ കുട്ടി അവൻ അറിഞ്ഞതെന്ത്? The squirrel was building a nest. The answer is that when the boy went indoors and changed his clothes, he would find straw and grass falling out from his pockets. So, the answer is that when the boy went indoors and changed his clothes, he would find straw and grass falling out of his pockets. Next one, what was the wonder that nature had kept for them in the nest? എന്തായിരുന്നു ആ അത്ഭുതം? that nature had kept them for in the nest. Answer is there on the last paragraph just before. You can see that the boy discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. The color of the squirrel were white. That was the wonder that had kept for them in the nest. So all the questions are discussed now. The class is coming to an end. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നമ്മൾ സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്രാമറും മറ്റു അനുബന്ധ കാര്യങ്ങളുമാണ്, പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസൊക്കെയാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ, അടുത്ത ക്ലിപ്പിലൂടെ നമ്മൾ കാണുന്നതായിരിക്കും. ഈ ഭാഗം എല്ലാവരും കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കൂടെ ഇതോടും വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ഉറപ്പാണ്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ, ഇനിയും നിങ്ങളുടെ നല്ല കമൻറ്റുകൾ വരികയാണ് എങ്കിൽ
നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാവുന്നതാണ്. തൽക്കാലം അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങളായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.